സുന്ദരീസ് ഇമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ എക്കോ മൂവി കാണാൻ പോയിട്ടോ. അടിപൊളി മൂവിയാണ്, കണ്ടു നോക്കണം. ശരിക്കും നാളെയാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് തന്നെ ഇമ്മക്കുട്ടിക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഇമ്മക്കുട്ടി പറയാണ്. അപ്പോൾ ഇതൊരു മിൽക്ക് കേക്കാണ് കേട്ടോ. നമ്മളങ്ങനെ കേക്ക് കഴിക്കലൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് ചെറുതൊന്ന് നോക്കി മേടിച്ചാൽ നമുക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അങ്ങനെ ഇമ്മക്കുട്ടിക്ക് 9 വയസ്സായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രസവമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിനുശേഷം എത്ര പെട്ടെന്ന് ആ കാലം പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതന്നെ ഞാൻ ഏട്ടനും പറയണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമ്മക്കുട്ടിക്ക് 9 വയസ്സായില്ലേ, എന്ത് കുഞ്ഞി കാലമായിരുന്നു ഈ മോനെ, എന്ത് കുഞ്ഞി കൈയായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. ഇതാട്ടെ ഇമ്മക്കുട്ടിക്ക് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് ഒന്ന് ഹാരി പോട്ടർ. ഇത് കിഡ്സിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ. ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടുമോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം. റിനയുടെ ഉണ്ടാവും, ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഹാരി പോട്ടർ പിന്നെ ഇമ്മക്കുട്ടിയുടെ ഓൾ ഇൻ ഓൾ ആണ്. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്മുവിൻ്റെ മെയിൻ പണി. അത് എത്ര വായിച്ചാലും മതിയാവില്ല, വായിച്ചുകൊണ്ടിരിക്കും അത്. അപ്പോൾ ഹാരി പോട്ടറെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലി സ്നേഹമാണത്, സ്നേഹം. കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടിപൊളിയായിട്ടുള്ളതാണ്. പിന്നെ ഇതാ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അച്ഛനും അമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം അച്ഛനമ്മയും ഗുരുവായൂർ പോയിട്ട് അങ്ങനെ ആണ് വരിക ഉണ്ടായേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കനും കൂർക്കയും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അബാക്കസ് ക്ലാസ്സിലേക്ക് ഇമ്മക്കുട്ടി മിഠായി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇമ്മക്കുട്ടിയുടെ 2 ദൈവങ്ങൾ, ഉണ്ണിക്കണ്ണനും ഹാരി പോട്ടർ, രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്.